ഞാൻ ആസിയ അയ്യൂബ്. ഇന്നത്തത് ഒരു ബൺസ് ആൻഡ് ബീൻസ് കഥയാണ്. നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ബൺസ് ആൻഡ് ബീൻസിൽ ഞാനും അമ്മച്ചിയും റീസെൻ്റ് ആയിട്ട് പോയ ഒരു ചെറിയ സ്റ്റോറിയാണ് കേട്ടോ ഇത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇത്രയും നാളായിട്ട് മൂവാറ്റുപുഴയിലെ ബൺസ് ആൻഡ് ബീൻസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം ഒന്ന് കയറി എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് പിന്നീടാവട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് ബൺസ് ആൻഡ് ബീൻസിലേക്കായിട്ട് തന്നെ പോയതായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീമും പിന്നെ ഒരു പ്ലെയിൻ സാലഡും ആയിരുന്നു. അമ്മച്ചി ഐസ്ക്രീമുള്ള ഫ്രൂട്ട് സാലഡും ഞാൻ പ്ലെയിൻ സാലഡുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂവാറ്റുപുഴയിലെ ഏറ്റവും എസ്തറ്റിക് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും കണ്ണടച്ച് പറയുക ബൺസ് ആൻഡ് ബീൻസ് ആണ്. ഇവരുടെ തൊടുപുഴയിലെ ഔട്ട്ലെറ്റിൽ 2-3 തവണ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ മൂവാറ്റുപുഴയ്ക്ക് അങ്ങനെ വരലില്ലാത്തതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചധികം സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാൻ നേരം അവിടുത്തെ ചേട്ടനെ കണ്ടിരുന്നു. അപ്പോൾ ആളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതേ അവരുടെ കസ്റ്റമർ ഏറ്റവും കുറഞ്ഞത് ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ഞങ്ങളും കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇറ്റാലിയൻ ക്വിസീൻ മോഡലിലാണ് എല്ലാം ചെയ്തിട്ടുള്ളതെന്നൊക്കെ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിപ്പോൾ റീസെൻ്റായിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുതിയ മെനു അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ഈസ്തറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ കുറേ പിക്ചേഴ്സൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളുണ്ട്. ഒത്തിരി പേരുടെ സ്റ്റോറീസിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോഷൂട്ട്സും ബ്രൈഡ് ടു ബീസും ബർത്ത്ഡേ പാർട്ടീസൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കര ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ടോപ്പ് കഫേസ് ഇൻ മൂവാറ്റുപുഴ എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ബൺസ് ആൻഡ് ബീൻസ്. അങ്ങനെ ഈ ദിവസവും കഴിഞ്ഞു. അപ്പോൾ ശരി കേട്ടോ.